എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ മഴയൊക്കെ നനഞ്ഞ് ഒരുവിധം വീട്ടിലേക്ക് അങ്ങനെ എത്തുന്നുണ്ട്. വേഗം തന്നെ അവളോട് കുളിക്കാനായും പറയുന്നു. കാരണം ഇങ്ങനെ മഴ നനഞ്ഞു വരുമ്പോൾ തല നനച്ചൊരു കുളി കുളിച്ചാല് പനി പിടിക്കാനുള്ള ചാൻസ് കുറയും. അങ്ങനെ അവൾ കുളിച്ചിട്ട് വരുമ്പോഴേക്കും ജിന്നിനോട് എന്റെ മുടി ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തു തരാനായി അവൾ ആവശ്യപ്പെടുമ്പോൾ അവൻ അങ്ങനെ അടുത്ത് നിന്ന് മുടിയൊക്കെ ഉണക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പോകാനേ ഒരുങ്ങുമ്പോഴേക്കും അവൾ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുന്നു. അതും എടുത്തു കൊടുക്കുന്നവൻ നീ ഭയങ്കര ഹൈ മെയിൻ്റെനൻസ് പാർട്ടിയാണല്ലോ, നീ ഇങ്ങനെ കല്യാണം കഴിക്കുന്നില്ല അവളെ കളിയാക്കുമ്പോ എന്താ എനിക്ക് കുഴപ്പം, ഞാൻ വളരെ ജെന്റിലല്ലേ, ക്യൂട്ടല്ലേ, അണ്ടർസ്റ്റാൻഡിങ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ തന്നെ പുകഴ്ത്തുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് അവൻ പറയുന്ന ടീം അവൾ അവനെ തലേണ എടുത്തെറിയുന്നുണ്ട്. അത് കാണുന്നവൻ നീ ഇങ്ങനെ ഈ വയലന്റ് ടെൻഡൻസീസ് ഒക്കെ ഒന്ന് മാറ്റിവെച്ച് ആർക്ക് ട്രബിൾ ഉണ്ടാക്കാതിരിക്കണമെന്ന് പറയുമ്പോ അവൾ വേഗം അവന്റെ അടുത്തേക്ക് ചാഞ്ഞ് ഞാൻ വേറെ ആരെയും ട്രബിൾ ചെയ്യില്ല, പക്ഷെ ജിന്നിനെ മാത്രം ട്രബിൾ ചെയ്യുമെന്നും പറയുന്നുണ്ട്. അത് കേട്ട് അവളെ നോക്കുന്നവൻ എന്താ ഉറങ്ങാനൊന്നും പ്ലാൻ ഇല്ലേ എന്ന് ചോദിക്കുമ്പോ ഉറങ്ങാം, പക്ഷെ അതിനു മുന്നേ എന്നോട് പഴയ ചില കാര്യങ്ങൾ പറ, ഞാൻ അതൊക്കെ ഒന്ന് കേട്ട് കിടക്കട്ടെ എന്ന് അവൾ പറയുമ്പോ എന്താ അറിയേണ്ടതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എങ്ങനെയാ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയത്? ഞാൻ ആ സമയത്ത് കൊച്ചുകുട്ടിയായതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായി വലിയ ഓർമ്മകളൊന്നുമില്ല. അവര് വഴക്കിടുന്നത് എന്തോ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ബാക്കി കാര്യമായിട്ടൊന്നും അറിയില്ല. എന്തുകൊണ്ട് അവര് പിരിഞ്ഞതെന്നെല്ലാം അവൾ ചോദിക്കുമ്പോൾ ഒരു ചെടിച്ചട്ടിയുടെ പേരിലായിരുന്നു വഴക്കുണ്ടായതെന്ന് അവൻ പറയുന്നുണ്ട്. അതായത് ലാസ്റ്റായി അച്ഛനും അമ്മയും തമ്മിൽ ഡിവോഴ്സ് ആവുന്നതിന് മുന്നേ നടന്ന ആ ഒരു വഴക്കിന്റെ കാര്യം. അമ്മയുടെ ചില ചെടിച്ചട്ടികളൊക്കെ പൊട്ടിച്ച് അച്ഛൻ അവിടെ നിന്ന് ഭയങ്കര ദേഷ്യത്തിലും പോയിരുന്നു. ഈ ടീം അമ്മ അതൊക്കെ ക്ലീൻ ചെയ്യാനായി വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ജിൻ അമ്മയെ ഹെൽപ്പ് ചെയ്യാനായി പോയി. അപ്പോൾ അമ്മ പറഞ്ഞിരുന്നു നീ വലുതായി കല്യാണം വല്ലതും കഴിക്കുകയാണെങ്കിൽ കുറച്ച് ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യനാണോ, ഇങ്ങനെ പോലെ ആവരുതെന്നല്ല. എന്തായാലും അത് ഇവൻ പറഞ്ഞു തീരുമ്പോഴേക്കും അപ്പൊ ഒരു ചെടിച്ചട്ടിയുടെ പേരിലാണ് അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടായി അവരിങ്ങനെ പിരിഞ്ഞതെങ്കിൽ ഈ കല്യാണം എന്ന കാര്യത്തിന് യാതൊരുവിധ വാല്യൂ ഇല്ലേ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ഒരു നല്ല ആണ് എപ്പോഴും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാതെ അത് സോൾവ് ചെയ്യാനായി കഴിയണം, അല്ലാണ്ട് ഇങ്ങനെ ഓടി ഒളിക്കുന്നത് ഭീരുത്വമാണ്. അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് നടക്കുമ്പോൾ അച്ഛനിങ്ങനെ അമ്മ പൊന്നുപോലെ വളർത്തുന്ന ചെടികളൊക്കെ എടുത്തെറിഞ്ഞു പൊട്ടിക്കാറുണ്ട്. അച്ഛനെ സംബന്ധിച്ച് അതൊക്കെ ഒരു അനാവശ്യ കാര്യമാണെങ്കിൽ അമ്മയ്ക്ക് അതൊക്കെ അമ്മയുടെ ഏറ്റവും അമൂല്യമായ കാര്യങ്ങളായിരുന്നു. ഇങ്ങനെ വഴക്കിന്റെ പേരിൽ അതെല്ലാം തച്ചുടച്ച് ഒരിക്കൽ പോലും അത്തരം കാര്യങ്ങൾക്ക് ക്ഷമ ചോദിക്കാതെ മുന്നോട്ട് പോകുന്ന അച്ഛനെ പിന്നീട് ഉൾക്കൊള്ളാനായി അമ്മ തയ്യാറായില്ല. മാരേജ് എന്നത് അൺഹാപ്പി ആയ ഒരു കാര്യമാണെന്നും അവൾ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ജിൻ ഒരിക്കലും മാരേജ് എന്നത് അൺഹാപ്പി ആയ ഒരു കാര്യമല്ല, മറിച്ച് കപ്പിൾസ് ആണ് അൺഹാപ്പി, അവർ കാരണമാണ് മാരേജ് അങ്ങനെ അൺഹാപ്പി ആയി മാറുന്നത്. കല്യാണം ഒരിക്കലും ഒരാളുടെ ലൈഫ് തകർക്കുന്ന ഒരു കാര്യമാണെന്നോ അയാൾക്ക് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന രണ്ട് വ്യക്തികളെ സംബന്ധിക്കുന്ന കാര്യമാണ്. അവരുടെ കയ്യിലാണ് കല്യാണ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാം ഇരിക്കുന്നത് എന്നിങ്ങനെ അവൻ പറയുമ്പോഴേക്കും കൂട്ടത്തിൽ തന്നെ വളരെ ട്രൂ ആയി ഇഷ്ടപ്പെടുന്ന രണ്ടുപേരാണ് ഒന്നിക്കുന്നതെങ്കിൽ അവർക്ക് ഏതൊരു പ്രതിസന്ധിയും പിരിഞ്ഞു പോവാതെ ഒന്നിച്ചു നിന്ന് നേരിടാനായി സാധിക്കും. വെൻ there is a will, there is a way എന്നാണല്ലോ ചൊല്ല്. മനസ്സ് വെച്ചാൽ അവർക്ക് രണ്ടുപേർക്കും നന്നായി ജീവിക്കാൻ സാധിക്കും, അല്ലാതെ എല്ലാ കപ്പിൾസും അൺഹാപ്പി അല്ല എന്നെല്ലാം അവൻ പറയുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന മൂ ആകട്ടെ ജിന്നിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ജിൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായും ജിൻ ഭാവിയിൽ നല്ലൊരു ഹസ്ബൻഡ് ആകുമെന്ന് അവൾ പറയുമ്പോൾ മതി മതി കൂടുതൽ കഥ കേൾക്കണ്ട, അവിടെ കിടന്ന് ഉറങ്ങാനായി പറഞ്ഞ് അവൻ എണ്ണിക്കുമ്പോൾ എവിടെ പോവാണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഞാൻ എവിടെയും പോല അപ്പുറത്തിരിപ്പുണ്ടെന്നും പറഞ്ഞ് അവൻ അങ്ങനെ അപ്പുറത്ത് പോയിരിക്കുന്നു. അവളെ പറ്റി തന്നെയാണ് അവൻ ആലോചിക്കുന്നത്. കുട്ടിക്കാലത്ത് ഈ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് നടന്നപ്പോ കുഞ്ഞായിരുന്ന മൂ പേടിച്ച് ഒളിച്ചിരുന്നതും അങ്ങനെ ഒന്നിച്ചുണ്ടായിരുന്ന ഇവരുടെ ആ ഒരു കുട്ടിക്കാലവും പല കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നവൻ പണ്ട് താൻ കണ്ടിരുന്ന മൂ അല്ല ഇപ്പോ. അന്ന് അവൾ തനിക്കൊരു കുഞ്ഞായിരുന്നെങ്കിൽ ഇപ്പോ അവൾ വളർന്നു വലുതായിരിക്കുന്നു. തന്നെ പോലെ തന്നെ അവളും ഒരുപാട് മാറിയിരിക്കുന്നു എന്ന് ഓർക്കുന്നവൻ എത്രത്തോളം ഫീലിങ്സ് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ നോക്കിയാലും അതിപ്പോഴും തന്നിൽ അങ്ങനെ തന്നെയുണ്ട്. പക്ഷെ ഇത് ഇനിയും എത്ര നാൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നെല്ലാം അവൻ ആലോചിച്ചിരിക്കുന്നുണ്ട്. വരാൻ പോകുന്നത് ന്യൂ ഇയർ ആണ്. വർഷങ്ങളോളം താൻ ന്യൂ ഇയർ ആരും ഇല്ലാണ്ട് ആഘോഷിച്ചു ഒന്നും പറയാൻ കഴിയില്ല, തള്ളി നീക്കിയിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല, അവളുണ്ട് തന്റെ കൂടെ. അവൾക്ക് കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ട ആ ഒരു ന്യൂ ഇയർ ഹാപ്പിനെസ് എല്ലാം തനിക്ക് നൽകാൻ സാധിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് അവൾ എന്തെടുക്കുകയാണെന്ന് നോക്കുമ്പോഴേക്കും അവൾ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു. വേഗം അവനൊരു ബെഡ്ഷീറ്റ് ഒക്കെ പൊതിപ്പിച്ചു കൊടുക്കുന്ന ടീം അവളാകട്ടെ ഉറക്കത്തിൽ അവന്റെ പേര് പുലമ്പുന്നുണ്ട്. ഒപ്പം ന്യൂ ഇയറിന് ഞാനൊരു ഗിഫ്റ്റ് തരുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവൻ എന്ത് ഗിഫ്റ്റ് ആണെന്ന് പതിയെ ചോദിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് അവൾ പിറുവിറുക്കുന്ന ടീം അവളുടെ തലയിൽ പതിയെ തലോടിക്കൊണ്ടവൻ നീ എന്ത് ഗിഫ്റ്റ് തന്നാലും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൽ അവൻ അവളോടുള്ള ഫുൾ ഇഷ്ടവും ഇങ്ങനെ ഫീൽ ചെയ്താണ് പറയുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ലിന്നിന്റെ അടുത്തേക്ക് എത്തുന്ന ലിയാങ്ങിന്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ ദിവസം മൂന്ന് ഡ്രിഫ്റ്റിംഗ് പിടിപ്പിച്ചപ്പോ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇല്ലേ, അത് ലിൻ വാങ്ങുകയും ജിന്നിന് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജിൻ തന്നെ കാണാൻ വരുന്നതും കാത്ത് ഒരു സ്ഥലത്ത് ലിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അങ്ങോട്ട് ജിൻ ഭയങ്കര കലിപ്പിലാണ് വരുന്നത്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, എന്താ നിന്റെ ഉദ്ദേശം എന്നെല്ലാം ജിൻ ചോദിക്കുമ്പോൾ എന്താ ക്രീം ബണ്ണ് വേണോന്ന് ചോദിച്ച് ലിൻ അപ്പോഴും കൂളായി നിൽക്കാണ്. നിന്റെ ആവശ്യമില്ലാത്ത ഇന്റൻഷൻ ഒന്നും മൂന്നിന്റെ അടുത്ത് ഇറക്കണ്ട, അവളുടെ അടുത്ത് നിന്ന് മാറി നിന്നോളാനേ ജിൻ ഇഷ്ടപ്പെടാതെ സംസാരിക്കുമ്പോൾ എനിക്ക് അവളിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല, എനിക്ക് വേണ്ടത് നീ എന്റെ കൂടെ റേസ് ചെയ്യുക എന്നതാണ്. ഇന്ന് നൈറ്റ് നാനയ്ക്കും മൂന്നും സ്കൂളിൽ എന്തോ ഒരു പെർഫോമൻസ് ഉണ്ട്, ആ ടീം നമുക്ക് റേസ് ചെയ്യാം, റേസ് ചെയ്ത് ജയിക്കുന്ന ആള് സമ്മാനം എന്ന രീതിക്ക് മൂവിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം, തോക്കുന്നവൻ മൂവിന്റെ അടുത്തേക്ക് വന്നു പോരുതെന്ന് പറയുമ്പോൾ മൂവിന്റെ കാര്യമല്ലേ, അതുകൊണ്ട് ജിൻ ഇത്തവണ റേസിന് ഇല്ല എന്ന് പറയുന്നില്ല, ഞാൻ റേസിന് റെഡിയാണെന്ന് ഇപ്പൊ തന്നെ റേസ് ചെയ്യാന്നെല്ലാം ജിൻ പറയുമ്പോൾ ഞാൻ ജപ്പാനിൽ നിന്ന് നിനക്ക് വേണ്ടി ഒരു ഐറ്റം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ ലിൻ എന്തോ പറയാൻ വരുമ്പോൾ അതൊന്നും ഇപ്പൊ
എനിക്ക് കേൾക്കണ്ട, എനിക്കൊന്നും വേണ്ടതാനും, എനിക്ക് ഇപ്പൊ റേസ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ റേസിന് വേണ്ടി അവൻ റെഡി ആവുമ്പോൾ ഒരു ഹെഡ്ഫോൺ ജിന്നിന് നേരെ എറിഞ്ഞു കൊടുത്ത് ലിൻ ഇത് റേസ് കഴിയുന്നത് വരെ ഊരരുതെന്ന് പറയാണ്. അങ്ങനെ അവർ റേസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ടീം ലിന്നാണ് മുന്നേ പോകുന്നത്. പക്ഷേ സിഗ്നൽ വന്ന് ഒരിടത്ത് ജിൻ ബ്ലോക്ക് ആവുമ്പോഴേക്കും അവിടെ അവനെ ഫേസ് ചെയ്ത് കാർ അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തെടുക്കുന്ന ലിൻ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലാന്ന് ജിന്നും പറയുന്നുണ്ട്. അല്ല ഞാനങ്ങനെ നീ ഇവിടെ ബ്ലോക്കായി കിടക്കുമ്പോൾ പെട്ടെന്ന് അവിടെ പോയി ജയിച്ചാൽ അത് അൺഫെയർ ആണെന്ന് തോന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നലും ഇല്ല, ഇനി നിനക്ക് അങ്ങനെ തോന്നാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ തന്റെ സിഗ്നൽ മാറുമ്പോൾ ലിൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും സ്പീഡിൽ അവിടെ നിന്ന് ജിൻ ലിന്നിനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ജിന്നിനെ അത്രയും നേരം വെയിറ്റ് ചെയ്ത് നിന്ന ലിൻ ഒന്ന് ലേറ്റ് ആവുന്നുണ്ട്. ജിൻ അപ്പോഴേ പറഞ്ഞാണ് എന്നെ വെയിറ്റ് ചെയ്യേണ്ട പൊക്കോളാനായി. എന്തായാലും ലിൻ അപ്പൊ കേട്ടില്ല. ഇപ്പോ മുന്നേ പോകുന്ന ജിന്നിനോട് ലിൻ നീ ഭയങ്കര സ്പീഡിലാണല്ലോ പോകുന്നതെന്നൊക്കെ കോംപ്ലിമെന്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അവന്റെ ഡ്രൈവിംഗ് സ്കിൽസും അപാരമാണെന്ന് പറയുന്നുണ്ട്. കാരണം അത്ര സ്പീഡിലായിരുന്നു അവൻ നിമിഷ നേരത്തിൽ ആ ഒരു കാർ എടുത്ത് അപ്പം മുന്നോട്ട് പോയത്. ഇതൊക്കെ എന്റെ സാമ്പിൾ, എന്റെ വെടിക്കെട്ട് ഇനി കാണാൻ പോകുന്നുള്ളൂ എന്ന് അത് കേട്ട് ജിന്നും പറയുന്നു. കൂട്ടത്തിൽ തന്നെ ലിന്നിന്റെ കാറിനെയും അതിൽ മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയും ജിന്നും പ്രശംസിക്കുന്നുണ്ട്. മിന്നൽ വേഗത്തിൽ പോകാൻ ആ കാർ മതിയല്ലോ എന്നെല്ലാം ജിൻ പറയുമ്പോ അപ്പോ എന്റെ ഈ മിന്നൽ വേഗത്തിനെ നീ എങ്ങനെ ഇത്തവണ നേരിടുമെന്ന് ലിന്നും ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ എന്റെ കയ്യിൽ ഐഡിയ ഉണ്ടെന്ന് ജിൻ പറയുമ്പോ ആ ഐഡിയ എന്താന്ന് പറഞ്ഞാൽ ഞാൻ കാശരാന്ന് ലിൻ പറയുന്നുണ്ട്. അവന്റെ ആ ഒരു വീക്ക് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ എന്റെ ഐഡിയാസ് ഒന്നും വിൽക്കാനുള്ളതല്ലാന്നായിരുന്നു ജിൻ അതിന് മറുപടി കൊടുക്കുന്നത്. അങ്ങനെ ഇവർ ഹെഡ്ഫോൺ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ അതും ഇതും ഒക്കെ പറഞ്ഞ് ഇടയ്ക്ക് പരസ്പരം കോംപ്ലിമെന്റ് ചെയ്തും ഇടയ്ക്ക് പരസ്പരം കളിയാക്കിയൊക്കെ റേസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. എന്റെ കാറിന്റെ HP 700 നിന്റെ എത്രയാണെന്ന് ലിൻ ചോദിക്കുമ്പോൾ 600 എന്ന് ജിൻ പറയുന്ന ടീം കാറിന്റെ ടർബോ ബൂസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഓവർടേക്ക് ചെയ്യാറുന്നല്ലോ എന്നൊരു സജഷൻ അവിടെ ലിൻ പറയുന്നുണ്ട്. അവനത് പറഞ്ഞുകൊണ്ട് തന്നെ ജിന്നിന്റെ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഇതേ ടീം ലിന്നാകട്ടെ അവന്റെ ആളുകളെ കൊണ്ട് ഈ ഓട്ടോ കണക്കുള്ള വണ്ടി അവിടെ എത്തിച്ച് ജിന്നിന്റെ കാറിനെ ബ്ലോക്ക് ചെയ്യാനായി നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അതിൽ നിന്ന് തന്ത്രപരമായി എസ്കേപ്പ് ആവുന്ന ജിൻ നിനക്ക് ഇമാതിരി ലോക്കൽ ഐഡിയാസേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പല നമ്പറും എന്റെ ഉണ്ടെന്ന് അവൻ പറയുമ്പോഴേക്കും ആ ഒരു ട്രാപ്പും ഓവർകം ചെയ്ത് ലിന്നിന്റെ വണ്ടിയെ ക്രോസ് ചെയ്ത് പോകാനായി ജിന്നിന് സാധിച്ചിരുന്നു. എന്തായാലും അച്ഛൻ ഡെലിവറി ജോലിക്ക് വിട്ടങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതിന്റെ ഒരു ഗുണം ഇവിടെ ഈ ഒരു ഓട്ടോകളെയൊക്കെ മറികടന്ന് വരാനായി ജിന്നിനെ ഹെൽപ്പ് ചെയ്തു. ഇതേ ടീം ജിൻ എന്തുകൊണ്ടാണ് താൻ നൽകുന്ന പാർട്സ് വാങ്ങാൻ തയ്യാറാവാത്തത്, ഒരിക്കലും ആ പാർട്സ് അവൻ ഇവിടെ ലഭിക്കാനേ പോകുന്നില്ലല്ലോ എന്നതിനെ പറ്റിയെല്ലാം ലിൻ ചോദിക്കുമ്പോൾ എനിക്കത് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയാം, അതുകൊണ്ട് എനിക്കത് വേണ്ടെന്നായിരുന്നു ജിന്നിന്റെ മറുപടി. എന്തായാലും അപ്പോഴേക്കും അച്ഛൻ മുന്നേ ABS ഒക്കെ റിമൂവ് ചെയ്ത് ജിന്നിനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരുന്നല്ലോ, അതിന്റെ ഒരു മികച്ച പ്രകടനവും ജിൻ ഇവിടെ കാണിക്കുമ്പോൾ അത് ലിൻ തിരിച്ചറിയുന്നുണ്ട്. നീ ആ ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ അതിന്റെ ഇടയിൽ മോഡിഫൈ ചെയ്തു എന്നെല്ലാം ജിന്നിന്റെ പെർഫോമൻസ് കണ്ട് ലിൻ ചോദിക്കുമ്പോൾ ഞാനതൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു എന്ന് ജിന്നും പറയുന്നു. കൂടാതെ ലിന്നാകട്ടെ ജിൻ കാറിൽ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു സെറ്റപ്പിന്റെ ഒക്കെ കാര്യങ്ങളെ പറ്റി കാറിൽ നിന്ന് വരുന്ന സൗണ്ട് കേട്ട് തന്നെ ചിലത് മനസ്സിലാക്കി ചോദിക്കുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ നീ മാറ്റിയിട്ടുണ്ടല്ലേ എന്നല്ല. കൂടാതെ അവൻ ഇത്ര ഡീറ്റെയിൽഡ് ആയി കാറിൽ നിന്ന് വരുന്ന സൗണ്ട് കേട്ട് തന്നെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ജിൻ ഞാൻ നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, സൗണ്ട് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നീ ഒരു സംഭവം തന്നെയെന്നും പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് ഇവരിങ്ങനെ റേസ് ചെയ്ത് മുന്നോട്ട് പോവാണ്. ഈ ടീം ലിന്നാണ് കേട്ടോ ലീഡ് ചെയ്ത് പോകുന്നത്. ലിന്നാകട്ടെ ജിന്നിന്റെ ലൈഫിനെ പറ്റി തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്. എന്താ നീ ഇങ്ങനെ കാർ റേസിംഗിലും അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗിലും ഇൻവോൾവ് ആയത്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചില സമയത്ത് ഹെഡ്ലൈറ്റ് ഇല്ലാതെ റേസിംഗിൽ ഇറങ്ങാമെന്ന ആ ഒരു ഡിസിഷൻ എടുത്തത്? കാരണം നന്നായിട്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ നീ തന്നെ ചിലപ്പോൾ അപകടത്തിൽ പെട്ടേക്കാം. പിന്നെ നിന്റെ കൂടെയുള്ള അച്ഛൻ ഭയങ്കരമായി ഡ്രിങ്ക്സ് അടിച്ച് നടക്കുന്ന ഒരാളായിട്ട് ആ റെസ്റ്റോറന്റിൽ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ആൾക്ക് റേസിംഗിനെ പറ്റിയൊക്കെ നല്ല പിടുത്തമുണ്ടല്ലേ, പക്ഷേ ഈ മാൻഷില് ആള് നല്ലൊരു റേസർ ആയെന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ലല്ലോ, എന്ത് സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ മാൻഷിലേക്ക് വരുന്നതിന് മുന്നത്തെ കാലത്തായിരുന്നല്ലോ ജിന്നിന്റെ അച്ഛൻ വലിയ റേസർ ആയിരുന്നത്. പല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇതിന്റെ ഇടയിൽ ഈ പോകുന്ന ട്രാക്ക് മാറ്റി ജിന്നാകട്ടെ അവൻ ഡെലിവറി ജോലിക്ക് പോയി റേസ് ചെയ്ത് പഠിച്ച ആ ഒരു വഴിയിലേക്ക് ലിന്നിനെ നയിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ ജിന്നിനെ സ്പീഡിൽ എടുക്കാൻ സാധിക്കുന്ന ആ ഒരു ഡ്രൈവ് ലിന്നിന് ചെയ്യാനായി കഴിയുന്നില്ല. ജിന്നിന് അവിടെ പോയി നല്ല പ്രാക്ടീസും കാര്യങ്ങളും ഉണ്ടല്ലോ, പക്ഷെ ലിന്നിനെ സംബന്ധിച്ച് അവിടെ അവന് കുറച്ച് ടഫായിരുന്നു. പ്രത്യേകിച്ച് ജിൻ ഇതിനു മുന്നേ ഈ റൂട്ടിൽ കൂടി പോയപ്പോ ഒരു ലേഡി ബക്കറ്റ് വെള്ളം എടുത്ത് കാറിന്റെ മണ്ടയ്ക്കൂടെ ഒഴിച്ചിരുന്നില്ലേ. കറക്റ്റ് ഏതാണ്ട് ഒരു കൃത്യസമയത്താണ് എല്ലാ ദിവസവും അവർ ആ ഒരു കാര്യം ചെയ്യുന്നത്. കാരണം അവരങ്ങനെ വെള്ളം എടുത്ത് കളയുന്നത് അവരുടെ ഒരു ഡെയിലി റുട്ടീന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവർ ആ കറക്റ്റ് സമയത്ത് കളയുമെന്നറിയാവുന്ന ജിൻ കറക്റ്റായി ആ ഒരു സമയത്ത് അവരുടെ ഷോപ്പിന്റെ മുന്നിൽ കൂടി പാസ് ചെയ്യുമ്പോഴേക്കും അവൻ കറക്റ്റ് പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ലിന്നാണ് ആ വെള്ളത്തിന്റെ മുന്നിൽ പെട്ടുപോകുന്നത്. എന്തായാലും അതിനുശേഷം പെട്ടെന്ന് പബ്ലിക് റോഡിലേക്ക് ഈ വണ്ടി ചെന്ന് കയറുമ്പോൾ ഒരു ട്രക്കിന്റെ മുന്നിൽ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ജിൻ. അത് കണ്ട് ലിന്നിന് ഭയങ്കരമായി ദേഷ്യം വരുന്നു. ഒരു പബ്ലിക് റോഡിൽ പാലിക്കേണ്ട ആ ഒരു സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ നീ മറന്നോ? റേസിന് ചില മര്യാദകളുണ്ട്, അത് പാലിച്ച് തന്നെ റേസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ലിൻ അത് ജിന്നിനെ തന്നെ അപകടത്തിൽപ്പെടുത്തിയേക്കാം എന്ന ഒരു രീതിക്ക് അവനെ ഭയങ്കരമായി വഴക്ക് പറയുമ്പോൾ ജിൻ അവന്റെ തെറ്റ് സമ്മതിക്കുന്നുണ്ട്. അതെ, ഒരു റേസിംഗ് ട്രാക്കിൽ ചെയ്യുന്ന കണക്കല്ലോ, ഒരു പബ്ലിക് റോഡില് വേറെ ആളുകളുണ്ട്, അപ്പോ നമ്മുടെയും അവരുടെയും ഒക്കെ സേഫ്റ്റിയെ മാനിച്ചേ ചെയ്യാവുള്ളൂ. തന്റെ പെട്ടെന്നുള്ള ആ ഒരു എടുത്തുചാട്ടത്തിന്റെ പേരിലും തനിക്കിപ്പോ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്റെ പേരിലും ജിൻ ലിന്നിനോട് സോറിയും താങ്ക്സും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോ ഒരു ഡേഞ്ചറസ് ആയി നടത്തിയ ഡ്രിഫ്റ്റിലൂടെ അത് തെറ്റാണെങ്കിൽ പോലും ഫിനിഷിംഗ് പോയിന്റിൽ ഇപ്പോ സേഫ് ആയി എത്തി നിൽക്കുന്നത് ജിൻ തന്നെയാണല്ലോ. അവൻ ജയിച്ചിരിക്കുന്നു. അവനായിട്ട് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും ലിൻ അവനോട് ഫ്രാൻസിൽ ഒരു കംപ്ലീറ്റ് 24 hours റേസ് നടക്കാൻ പോകുന്നുണ്ട്, നീ എന്റെ ടീമിൽ ജോയിൻ ചെയ്യുന്നോ എന്ന്
എന്ന് ചോദിക്കുമ്പോൾ എനിക്കിങ്ങനെ റേസിൽ ഫുൾ ടൈം നിൽക്കാനൊന്നും ഒട്ടും താല്പര്യമില്ല. ഇപ്പോൾ എന്റെ ഈ കമ്മിറ്റ്മെന്റ്സ് കംപ്ലീറ്റ് ആയ ശേഷം ഇതിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് എന്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ, അപ്പോ ഇതിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് അത് നീ ഇത്ര നന്നായി ചെയ്യുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കാതെ ലിൻ വേഗം അവിടെ നിന്ന് പോകുന്നു. എന്തായാലും അന്ന് ഒരു ചാരിറ്റി ഇവന്റിന്റെ ഭാഗമായി മൂവിന്റെ ആനയ്ക്ക് ഒരു പെർഫോമൻസ് ഉണ്ടെന്ന് ലിൻ പറഞ്ഞിരുന്നല്ലോ. ആ ഒരു റേസിൽ ജയിക്കുന്ന ആള് മൂവിന്റെ അടുത്തേക്ക് പോകാം എന്നതായിരുന്നല്ലോ കണ്ടീഷനും. ഇപ്പോ ജയിച്ചിരിക്കുന്ന കൊണ്ട് തന്നെ ജിൻ വേഗം മൂവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, ആ ഒരു ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക്. അവിടേക്ക് ജിൻ വരാനായി തന്നെ മൂവും വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. അവനെ പരിപാടി തുടങ്ങി ഇത്ര നേരമായിട്ടും എന്താ ജിൻ വരാത്തെന്ന് ജിന്നിനെ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ആക്ച്വലി മൂ. അവനൊരു സ്പെഷ്യൽ പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കാനായി. ഞാനാകട്ടെ ഇവളുടെ ഈ ഒരു ടെൻഷനൊക്കെ കണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ കാര്യവും സ്ഥലവും സമയവും ഒക്കെ ലിൻ തിരക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ജിന്നിനെ വെച്ച് എന്തെങ്കിലും ലിൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് കറക്റ്റ് ആയി ഞാൻ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടപാടെ അവന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അവൾ മനസ്സിലൊരു പാട്ട് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേഗം തന്നെ അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. എല്ലാവരും അത് എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിൽ ജിന്നും അവൾ പാടുന്നത് വളരെയേറെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ റൊമാൻറ്റിക് ആയ ആ ഒരു പാട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പാടുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ അവന് വേണ്ടി മാത്രം പാടുന്ന കണക്കൊരു ഫീൽ ആയിരുന്നു. അങ്ങനെ തുടർന്ന് ആ ഒരു പരിപാടിക്കൊക്കെ ശേഷം നേരെ ബീച്ചിലേക്കാണ് ജിൻ മൂവിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെയുള്ള ടീം ന്യൂ ഇയർ എങ്ങനെയാ പൊതുവെ ജിൻ സെലിബ്രേറ്റ് ചെയ്യാറുള്ളതെന്ന് മൂ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പൊതുവെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാറില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ന്യൂ ഇയറിന് എങ്ങനെയുള്ള ഗിഫ്റ്റ് കിട്ടിയാൽ ഇഷ്ടമാകുമെന്ന് അവളുടെ അടുത്ത ചോദ്യത്തിന് എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാന്ന് അവൻ പറയുന്നുണ്ട്. കാരണം അങ്ങനെ ന്യൂ ഇയറിന് ഒരു ഗിഫ്റ്റ് കിട്ടിയൊന്നും അവന്റെ ശീലമില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. തിരിച്ച് അവളോട് ന്യൂ ഇയറിന് അവൾക്ക് എങ്ങനത്തെ ഗിഫ്റ്റ് ആണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചോദിച്ചാലും തരുമോ എന്നായിരുന്നു അവളുടെ മറുചോദ്യം. അത് പിന്നെ ആ ചന്ദ്രനെയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ കൊണ്ടുതരാൻ കുറച്ച് പാടാ, അതുകൊണ്ട് അങ്ങനത്തെ അല്ലാത്ത വല്ലതും ചോദിച്ചാൽ നോക്കാന്ന് അവൻ പറയുമ്പോൾ ഞാൻ എന്തിനാ ചന്ദ്രനെ ചോദിക്കുന്നത്, ഞാൻ തന്നെ ഒരു നിലാവല്ലേ എന്നും പറഞ്ഞ് അവളിങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അവൻ നോക്കുന്നത് മുഴുവൻ അവളെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞ് അവൾ ഞാനൊന്ന് തിരമാലയുടെ അടുത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കടലിൽ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. അവനും പുറകെ പോകുന്നു. കുറച്ചു നേരം അവരങ്ങനെ ആ ഒരു ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്ത ശേഷം നമുക്ക് തിരിച്ചു പോയാലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾക്ക് ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല. കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്നോട്ടെ എന്ന് അവൾ കൊഞ്ചുമ്പോൾ അവൻ സമ്മതിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വാൽനക്ഷത്രം വരും, അതൊക്കെ കാണണമെന്നൊക്കെ അവൾ പറയുമ്പോൾ അവൻ ചിരിക്കുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന അവൾ കുറച്ച് കഴിഞ്ഞ് പതിയെ ഉറക്കം തൂങ്ങി നേരെ അവന്റെ തോളിലേക്ക് വീഴുന്നുണ്ട്. തുടർന്ന് അവൻ അങ്ങനെ പതിയെ അവളുടെ പേര് വിളിക്കുമ്പോൾ ഉറങ്ങാണെന്ന് മനസ്സിലാക്കി അവനും അങ്ങനെ അവിടെ ചാരിയിരിക്കുന്നു. എന്തായാലും അവൾ ഉറങ്ങിയ ശേഷമാണ് അവൾ കാണണമെന്ന് ആഗ്രഹിച്ച ആ ഒരു വാൽനക്ഷത്രത്തെ കാണാനായി സാധിക്കുന്നത്. അവൻ ഞാനും ഇവളും ഒരിക്കലും വേർപിരിയരുതെന്ന് ഒരു സൈലന്റ് വിഷു അവിടെ നടത്തുന്നുണ്ട്. തുടർന്ന് വളരെ രസകരമായി അന്നത്തെ ദിവസം കടന്നു പോകുന്നുണ്ട്. ആൻകൈയായിട്ട് അവനോടൊക്കെ നിനക്ക് വലിയ കമ്പനി അടിക്കാൻ പറ്റിയ ആളൊന്നും അല്ല, ഒന്ന് മാറി നിന്നോ, ആളൊരു ബാഡ് ഗായ് ആണെന്നൊക്കെ പറയുമ്പോൾ ആരെ പറ്റി ഈ പറയുന്നതെന്ന് പെട്ടെന്ന് മൂന്ന് മനസ്സിലായില്ല. ഇനി കഴിഞ്ഞ ദിവസം കണ്ട ജിന്നിനെ പറ്റി ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും അല്ല, ജിന്നൊരു പയ്യനോട് സംസാരിക്കുകയും എന്തോ ഒന്ന് വാങ്ങി തിരിച്ച് കാശ് കൊടുക്കുകയും ചെയ്തിരുന്നില്ലേ, ആ പയ്യന്റെ കാര്യമാണ്, അവന്റെ പേര് ഫാൻ എന്നാണ്, അവനെയാണ് ബാഡ് ഗായ് എന്ന് പാൻകൈ പറഞ്ഞതെന്ന് മൂന്ന് മനസ്സിലാവുന്നുണ്ട്. അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അവൻ ഒരു 3 വർഷത്തോളമായി ഇവിടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിന് ചേർന്നിട്ട് ഒന്നും പഠിക്കാതെയും പാസ്സാവാതെയും ചുമ്മാ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുക. ആള് ഒന്നും സീരിയസ് ആയിട്ട് ചെയ്യില്ല, ഒരു വേസ്റ്റാ, ഇങ്ങനെ ഉടായ്പ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുക, തല്ലിപ്പൊളിയാന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോഴാണ് അവളും ഒരിക്കലും ഒരു പയ്യനോട് ഈ ഫാൻ ചുമ്മാ മണ്ടയ്ക്ക് കയറുന്ന കാര്യം അവൾ കണ്ടത്. ഇപ്പൊ ഓർത്തെടുക്കുമ്പോ ശരി, ഫാനിനോട് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ജിൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് എന്ന് അറിയാൻ സാധിക്കുള്ളൂ. ജിന്നോട് ചോദിച്ചിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ചവൾ പാൻകേയോട് എനിക്ക് ഫാനിന്റെ അടുത്തൊന്ന് പോകണമെന്ന് പറയുമ്പോൾ ഫാൻ എന്ന ആ ഒരു തല്ലിപ്പൊളി പയ്യനെ പാൻകേക്കൊക്കെ പേടിയാണെങ്കിലും അത് ഇവളുടെ മുന്നിൽ കാണിക്കാതെ ഇല്ലാത്ത ധൈര്യം ഉണ്ടാക്കി അവൻ ഫാനിനെ ചെന്ന് വിളിക്കുന്നുണ്ട്. ഉറങ്ങുന്ന ഫാനിനെ തട്ടി വിളിക്കുമ്പോൾ ഓരോ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുകൊടുത്തിയെന്ന് ഫാൻ ദേഷ്യപ്പെടുമ്പോഴാണ് അവിടെ ഒരാൾ കാണാൻ നിൽക്കുന്നു പാൻകേ പറയുന്നതും ആ നിൽക്കുന്ന ആള് മൂവാണെന്ന് കണ്ട് ഫാൻ സംസാരിക്കാനായി ചെല്ലുന്നതും. എന്താ കാര്യം എന്ന് അവൻ ചോദിക്കുമ്പോൾ അത് പിന്നെ ജിന്നിനെ പരിചയമുണ്ടോന്ന് അവൾ ചോദിക്കുന്ന ടീം അതിന് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജിന്നിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാ, കഴിഞ്ഞ ദിവസം ജിന്നിന്റെ ഒരു കവർ കൊടുത്തില്ലേ അതിൽ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്ക് അതൊക്കെ അറിയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവൻ അത് പ്രത്യേകിച്ചൊന്നുമില്ല, ബ്ലൂ പ്രിന്റ് ആണെന്ന് പറയുമ്പോൾ ബ്ലൂ പ്രിന്റോ എന്തിന്റെന്ന് അവൾ ഒന്നും മനസ്സിലാവാതെ ചോദിക്കുമ്പോൾ അതൊരു വണ്ടിയുടെ ഡിസൈൻ്റെ ബ്ലൂ പ്രിന്റാ, എന്റെ ബ്രദർ ഒരു ഓട്ടോമോട്ടീവ് എഞ്ചിനീയറാ, ഒരു കാർ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നു, ചേട്ടനാണ് അത് ബ്രാൻഡിക്ക് കൊണ്ടു കൊടുക്കാനായി എന്നോട് പറഞ്ഞത് എന്നിങ്ങനെ അവൻ പറയുന്ന ടീമാണ് താൻ തെറ്റിദ്ധരിച്ച കണക്ക് അതിനകത്ത് ലഹരി മരുന്നോ അങ്ങനത്തെ വസ്തുക്കളോ ഒന്നും അല്ല, മറിച്ച് ഇതായിരുന്നു എന്ന് മൂ മനസ്സിലാക്കുന്നതും അവൾക്ക് സമാധാനമാവുന്നതും. എന്നാലും അവൾ കുത്തി ചോദിച്ചത് വലിയ ഇഷ്ടപ്പെടാതെ ഫാൻ ഇനി നിനക്ക് വല്ല അറിയണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും വേണ്ടെന്നും പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നുണ്ട്. ഒരുവിധം ഉറക്കത്തിൽ നിന്ന് ശല്യപ്പെടുത്തിയത് ഇതിനാണോ എന്ന് പ്രവൃത്തികൊണ്ട് അവനും പോകുന്നു. അന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് മൂ തിരിച്ച് ജിന്നിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവൻ ആ ബ്ലൂ പ്രിന്റ് വെച്ചോണ്ട് നിൽക്കാണ്. ഇത് ഫാൻ തന്ന ബ്ലൂ പ്രിന്റ് അല്ലേന്ന് എല്ലാം ഞാൻ അറിഞ്ഞു എന്ന് മട്ടില് അവൾ ചോദിക്കുമ്പോൾ നിനക്ക് ഫാനിനെ അറിയാമോന്ന് ജിൻ ചോദിക്കുന്നുണ്ട്. പിന്നെ അവൻ എന്റെ സ്കൂൾ
സ്കൂളിൽ പഠിക്കുന്നതല്ലേ എന്നൊക്കെ പറയുന്നവൾ ഞാനേ ഒരു പൊട്ടിയൊന്നുമല്ല, എനിക്കെല്ലാം അറിയാം എന്നിങ്ങനെ പറയുന്ന ടീം ഇതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാണ് ആവുന്ന മട്ടില് അവനും ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണില്ല, ഒരു സ്ഥലം വരെ പോവാ, കാറ് സംബന്ധിച്ച ചില കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ടെന്നെല്ലാം അവൻ പറയുമ്പോൾ അവനിങ്ങനെ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നതൊന്നും അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതായത് ഇനി കുറച്ച് ദിവസം തിരിച്ചു വരുന്നത് വരെ കാണാൻ പറ്റില്ലല്ലോ, അതിന്റെ പരിഭവത്തില് അവളിങ്ങനെ പോവല്ലേ എന്നൊക്കെ ഉള്ള രീതിക്ക് പിണങ്ങി പോകുമ്പോൾ അവളുടെ ആ പിണക്കവും പോക്കും ഒക്കെ കണ്ട് അവൻ ഇങ്ങനെ നൈസായി ചിരിച്ചു നിൽക്കാണ്. എന്തായാലും താൻ കുറച്ച് ദിവസം ഇവിടെ കാണില്ല, ഇങ്ങനെ പോകുമെന്ന് പറയുമ്പോൾ അവളിങ്ങനെ പിണക്കം കാണിക്കുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.